ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് അനാവശ്യമായ ഒരു വാക്കെങ്കിലും അയാളുടെ നാവിൻ തുമ്പിൽ നിന്നും വന്നാൽ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. ഇവിടുന്ന് താൻ എണീറ്റ് വന്നാൽ എന്റെ ഏറ്റവും വലിയ ശത്രു താനായിരിക്കും. അതിനേക്കാൾ നല്ലത് താനങ്ങ് മുകളിലേക്ക് പോകുന്നതല്ലേ. ഉടനെ തന്നെ ഞാൻ തന്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കും. പക്ഷേ അതിനു മുമ്പ് എന്റെ കാര്യത്തിൽ തന്റെ തന്തപ്പടി എന്ത് തീരുമാനം എടുക്കുന്നതെന്ന് നോക്കട്ടെ. ഓക്കെ ഡിയർ. എല്ലാവരോടുമായി എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവന്തികേ, എന്താച്ചാ? ആ ജോത്സ്യനോടൊന്ന് വരാൻ പറയണം. ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. ഏത് സമയത്ത് എന്ത് സംഭവിക്കുമെന്ന ഭയപ്പാടില്ല ഈ വീട്ടിലിപ്പോ നമ്മൾ ജീവിക്കുന്നത്. അർച്ചനയുടെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാ ഈ ദോഷങ്ങളെല്ലാം ഉണ്ടാവുന്നതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാര കർമ്മങ്ങൾ ചെയ്യണം. എല്ലാരും പറയുന്ന ഭ്രാന്ത് അച്ഛനും വിശ്വസിക്കുന്നുണ്ടോ? ഒരു കുഞ്ഞ് ജനിച്ചാലല്ലേ അതിന് ജാതകം ഉണ്ടാവും. അതിനുമുമ്പ് എങ്ങനെയാ അതിന് ജാതകദോഷം ഉണ്ടാവുന്നേ? ഇല്ല, ഞാനിതിന് സമ്മതിക്കില്ല. ജാതകദോഷത്തിന്റെ പേരും പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവിതം ഇല്ലാതാക്കല്ലേ. മറ്റാരെന്തു പറഞ്ഞാലും അച്ഛൻ ഇതിന് കൂട്ടു നിൽക്കരുത്. ഇത് ആ കുഞ്ഞിന്റെ മാത്രം പ്രശ്നമല്ല, ഈ വീട്ടിലെ ഒരുപാട് പേരെ ബാധിക്കുന്ന പ്രശ്നമാണ്. മറ്റാർക്കും ദോഷം ചെയ്യാൻ വേണ്ടിയല്ല ജോത്സ്യനെ വിളിക്കാൻ പറഞ്ഞത്. ഈ വീടിനെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ മാറ്റാനാ. അച്ഛൻ പറയുന്നതിൽ എന്താ തെറ്റ്? എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് മാറ്റുന്നത് നല്ലതല്ലേ? പിന്നീട് അതിനെ കുറിച്ചുള്ള പേടി വേണ്ടല്ലോ. ഞാൻ ആരോടെങ്കിലും ഉള്ള വിരോധം കൊണ്ടല്ലോ പറഞ്ഞത്. എന്റെ പ്രഗ്നൻസി ഇല്ലാതെ പോയതും നന്ദേട്ടൻ ഇപ്പൊ അനുഭവിക്കുന്നതും അച്ഛൻ ജയിലിൽ കിടന്നതും എല്ലാം എന്തായാലും വെറുതെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ജോത്സ്യൻ പറയുന്ന കേട്ട് മാത്രം ആരും ഇങ്ങനത്തെ ഒരു തീരുമാനത്തിൽ എത്തരുത്. ജോത്സ്യൻ വരുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ജോത്സ്യൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇവിടെ നടന്ന സംഭവങ്ങൾക്കെല്ലാം ഉത്തരവാദി അച്ചുചേച്ചിയുടെ കുഞ്ഞാണെന്ന് പറയുന്ന എന്ത് ന്യായമോ? ഇതിലൊരു അന്യായവും ഇല്ല. ഈ വീടിന്റെ ദോഷം മാറ്റാനല്ലേ ജോത്സ്യം വരട്ടെ. ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒരാളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. ഇവിടെയുള്ള എല്ലാവരുടെയും അഭിപ്രായം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നാളെ തന്നെ ജോത്സ്യനോട് വരാൻ പറയണം. ഇനി ഇത് വെച്ച് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ജോത്സ്യനെ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അർച്ചന, അവളെ കരയിപ്പിച്ചപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായല്ലോ അല്ലേ? അവൾ എന്റെ ഭാര്യ.
എന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നോളാ. ഗർഭിണിയായ അവളുടെ മാനസിക നിലയെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടാണോ അച്ഛൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവളെ ഇങ്ങനെ അപമാനിച്ചു വിട്ടത്? ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമാണോ എല്ലാരും കൂടി ഇപ്പൊ ഈ പറഞ്ഞത്? എനിക്കിത് സമ്മതിച്ചു തരാൻ പറ്റില്ല. അർച്ചനയെ അപമാനിക്കാൻ വേണ്ടിയല്ല ഇതൊന്നും പറഞ്ഞത്. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്? ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനേക്കാൾ വലുതായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ആ കുഞ്ഞിനെ കുറിച്ചാ എല്ലാരും കൂടി വട്ടം കൂടി എന്ന് കുറ്റം പറഞ്ഞത്. അത് സഹിച്ച് അവളോട് നിൽക്കണമെന്നാണോ എല്ലാരും കൂടി പറയുന്നേ? ഇത് വളരെ ചീപ്പായി പോയച്ച. ഇതിന് പിന്നിൽ ആരുടെ ബുദ്ധിയായാലും അതൊട്ടും നല്ലതല്ല. ഈ വീട്ടിൽ മറ്റുള്ളവർ അനുഭവിച്ച ദുരന്തങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. എന്റെയും സ്നേഹയുടെയും കാര്യം പോട്ടെ, നന്ദന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചാൽ അതും ഞാൻ കണ്ടു നിൽക്കണോ? വയ്യ, അനുഭവിച്ചു മടുത്തു. അതുകൊണ്ടാ ജോൽസിനോട് വരാൻ പറഞ്ഞത്, അല്ലാതെ ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കാനല്ല. അതിന് പിന്നിൽ ആരുടെയും ദുഷ്ടബുദ്ധിയില്ല. ഇതെന്റെ തീരുമാനമാണ്. ജോത്സ്യനോ സ്വാമിയോ പക്ഷിശാസ്ത്രക്കാരനോ ആര് വേണമെങ്കിലും വന്നോട്ടെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഏതെങ്കിലും ഒരു ഫ്രോഡിനെ കൊണ്ടിരുത്തി അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറ്റക്കാരനാക്കാനാണ് എല്ലാവരുടെയും ഉദ്ദേശമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് അനാവശ്യമായ ഒരു വാക്കെങ്കിലും അയാളുടെ നാവിൻ തുമ്പിൽ നിന്നും വന്നാൽ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. ഇത് വളരെ മോശമായി പോയച്ച. നാളെ ഞങ്ങളുടെ കുഞ്ഞിന്റെ പേരിലും ആരെങ്കിലും ദോഷം ആരോപിച്ച അതിനും അച്ഛൻ ഇതുപോലെ ജോത്സ്യനെ വിളിച്ചു വരുത്തോ? അപ്പോ ഈ വീട്ടിലെ ദോഷങ്ങൾ മാറേണ്ടെന്നാണോ നീ പറയുന്നത്? നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നാളെ ജോത്സ്യം വരും.